Hello all, I'm Alfie Elizabeth Joseph, Assistant Professor, Triply Department, SNIT, Adur. ഞാൻ ഇന്നിവിടെ കണ്ടിന്യൂ ചെയ്യുന്നത് ഫ്ലെക്സിബിൾ എ സി ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലെ മൊഡ്യൂൾ 4ന്റെ റിവിഷനാണ്. സോ റിവിഷൻ നമ്പർ 4. This is the syllabus for module 4 and today I will be dealing on thyristor control, voltage and phase angle regulators. Thyristor control, voltage and phase angle regulators. അപ്പോൾ അത് വോൾട്ടേജ് റെഗുലേഷനും ഫേസ് റെഗുലേഷനെ കുറിച്ചാണ് പറയുന്നത്. സോ ഈ രണ്ട് റെഗുലേഷൻ വോൾട്ടേജ് ആൻഡ് ഫേസ് ആംഗിൾ റെഗുലേഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ത്രൂ ദ ഇൻജെക്ഷൻ ഓഫ് ആൻ വോൾട്ടേജ് ദാറ്റ് മേ ബി ഇൻ ഫേസ് ഓർ ഇൻ ക്വാഡ്രേച്ചർ. സോ 90 ഡിഗ്രി ഡിസ്പ്ലേസ്ഡ് ടെർമിനൽ വോൾട്ടേജ് ആയിട്ട് 90 ഡിഗ്രി ഡിസ്പ്ലേസ്ഡോ അല്ലെങ്കിൽ ഇൻ ഫേസ് ആയിട്ടുള്ള വോൾട്ടേജ് ഇൻജെക്ട് ചെയ്യുന്ന വഴിയാണ്. സോ ഇങ്ങനെ വോൾട്ടേജ് ഇൻജെക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ തൈറിസ്റ്റർ ബേസ്ഡ് അല്ലെങ്കിൽ GTO ബേസ്ഡ് ആയിട്ടുള്ള കൺവേർട്ടർ വെച്ചിട്ടാണ് ഇൻജെക്ട് ചെയ്യുന്നുള്ള വോൾട്ടേജ് ഒരു കൺട്രോൾ വോൾട്ടേജിനെ ഇൻജെക്ട് ചെയ്യുന്നത് between the given bus and the control terminal or line. ഇനി ഈ തൈറിസ്റ്റർ ബേസ്ഡ് അപ്രോച്ചും GTO ബേസ്ഡ് അപ്രോച്ചും പർപ്പസ് സെയിം ആണെങ്കിലും ഡിഫറൻസ് എന്ന് വെച്ചാൽ തൈറിസ്റ്റർ ബേസ്ഡ് അപ്രോച്ചിൽ ഇൻസെർട്ട് ചെയ്യാനുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ ഇൻജെക്ട് ചെയ്യാനുള്ള വോൾട്ടേജിനെ ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഒരു റെഗുലേറ്റിംഗ് ട്രാൻസ്ഫോമറിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ ടാപ്പ് വേരി ചെയ്തിട്ടാണ് അപ്രോപ്രിയേറ്റ് അല്ലെങ്കിൽ കൺട്രോൾ വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇൻജെക്ട് ചെയ്യുന്നത്. അതേസമയത്ത് GTO ബേസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചിലാണെങ്കിൽ ഈ ഇൻസേർട്ട് ചെയ്യാനുള്ള വോൾട്ടേജിനെ ഒരു DC പവർ സപ്ലൈ നിന്നാണ് കിട്ടുന്നത്. സോ ഓർക്കേണ്ട കാര്യം വോൾട്ടേജിനും ഫേസ് ആംഗിൾ റെഗുലേഷൻ്റെ മെയിൻ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ത്രൂ ദ ഇൻസേർഷൻ അല്ലെങ്കിൽ ത്രൂ ദ ഇൻജെക്ഷൻ ഓഫ് എ ഇൻ ഫേസ് ഓർ ക്വാഡ്രേച്ചർ വോൾട്ടേജ് ഇൻജെക്ഷൻ. തൈറിസ്റ്റർ ബേസ്ഡ് കൺട്രോളിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് സിമിലർ ടു ദാറ്റ് ഓഫ് ആൻ ഓൺ ലോഡ് ടാപ്പ് ചേഞ്ചർ പോലെ. സോ എന്ന് വെച്ചാൽ ഒരു റെഗുലേറ്റിംഗ് ട്രാൻസ്ഫോമറിൻ്റെ പ്രോപ്പർ ടാപ്പിനെ സെലക്ട് ചെയ്ത് എത്ര വോൾട്ടേജ് ആണ് ഇൻജെക്ട് ചെയ്യേണ്ടത് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാപ്പ് ചൂസ് ചെയ്തിട്ട് വോൾട്ടേജിനെ ഇൻജെക്ട് ചെയ്യുവാണ്. ഈ ഇൻജെക്ട് ചെയ്യുന്ന വോൾട്ടേജ് ഒരു ട്രാൻസ്ഫോമർ വഴിയാണ് ലൈന് സീരീസ് ആയിട്ട് ഇൻസേർഷൻ ട്രാൻസ്ഫോമർ വഴിയാണ് വോൾട്ടേജിനെ ഇൻജെക്ട് ചെയ്യുന്നത്. അതേസമയത്ത് GTO ബേസ്ഡ് വോൾട്ടേജ് സോഴ്സിലാണെങ്കിൽ എത്ര വോൾട്ടേജ് ആണോ ഇൻജെക്ട് ചെയ്യേണ്ടത് ആ വോൾട്ടേജിനെ ജനറേറ്റ് ചെയ്യണം. ജനറേറ്റ് ചെയ്തിട്ട് ഇത് ഒരു ഇൻസേർഷൻ ട്രാൻസ്ഫോമർ വഴി ലൈന് സീരീസ് ആയിട്ട് ഇൻജെക്ട് ചെയ്ത് കൊടുക്കുവാണ് വോൾട്ടേജ്. So instead of mechanical on-load tap changes, why thyristor control voltage and phase angle regulators എന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, on-load tap changes ഉപയോഗിക്കുമ്പോൾ റെഗുലർ മെയിൻ്റെനൻസ് വേണം. സോ അത് തൈറിസ്റ്റർ കൺട്രോൾ വോൾട്ടേജ് ഫേസ് ആംഗിൾ റെഗുലേറ്റേഴ്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ എക്സ്പെൻസീവ് ആയിട്ടുള്ള റെഗുലർ മെയിൻ്റെനൻസിൻ്റെ ആവശ്യകതയില്ല. അതേപോലെ തന്നെ ഡൈനാമിക് സിസ്റ്റം കൺട്രോളിന് ആവശ്യമായ ഹൈ സ്പീഡ് ഓഫ് റെസ്പോൺസ് തൈറിസ്റ്റർ കൺട്രോൾ വോൾട്ടേജ് ആൻഡ് ഫേസ് ആംഗിൾ റെഗുലേറ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും കമ്പയർഡ് ടു ഓൺ ലോഡ് ടാപ്പ് ചേഞ്ചസ്. വോൾട്ടേജ് ആൻഡ് ഫേസ് ആംഗിൾ റെഗുലേറ്റേഴ്സ് ഓപ്പറേറ്റ് ഇൻ ദ സെയിം മാനർ. രണ്ടും ഒരേ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ സെയിം ആണ്. എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് വോൾട്ടേജ് സോഴ്സ് ചെയ്യുന്ന ഒരു വേരിയബിൾ വോൾട്ടേജിനെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇതിൻ്റെ രണ്ടിൻ്റെ ബേസിക് ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ ഒരു റെഗുലേറ്റർ അറേഞ്ച്മെന്റ് വോൾട്ടേജ് ആണോ അത് ആംഗിൾ റെഗുലേറ്റർ ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്രാൻസ്ഫോമറിന്റെ വൈൻഡിങ് കോൺഫിഗറേഷൻ വെച്ചിട്ടാണ്. ദാറ്റ് ഈസ് വെദർ ഇറ്റ് പ്രൊവൈഡ്സ് ആൻ in phase or a quadrature voltage input for the thyristor controller or thyristor tap changes. അപ്പം ഈ ട്രാൻസ്ഫോമർ വൈൻഡിങ്ങിന്റെ കോൺഫിഗറേഷൻ വെച്ചിട്ടാണ് we can determine whether it is a voltage regulator or angle regulator. തൈറിസ്റ്റർ കൺട്രോൾഡ് ആയിട്ടുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ ആംഗിൾ റെഗുലേറ്റേഴ്സ് അതിനെ ജനറൽ ആയിട്ട് നമ്മൾ വിളിക്കുകയാണ് തൈറിസ്റ്റർ ടാപ്പ് ചേഞ്ചർ which is analogous to its mechanical counterpart the on-load tap changer. So അതിന് analogous ആയിട്ടുള്ള ഇതാണ് എന്ത് തൈറിസ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള വോൾട്ടേജ് ആൻഡ് ഫേസ് ആംഗിൾ റെഗുലേറ്റർ that is called as thyristor tap changer. So thyristor tap changers, it can be configured to provide continuous or discrete level control. അപ്പോൾ ഒന്നെങ്കിൽ കണ്ടിന്യൂസ് കൺട്രോൾ പ്രൊവൈഡ് ചെയ്യാം, അല്ല ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഇൻസ്റ്റൻസ് ഓരോ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇൻസ്റ്റൻറ്റ് ലെവൽ കൺട്രോൾ പ്രൊവൈഡ് ചെയ്യാം. ഇപ്പോൾ കണ്ടിന്യൂസ് കൺട്രോൾ എന്ന് വെച്ചാൽ അത് ഡിലേ ആംഗിൾ കൺട്രോൾ ആണ്. ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ഡിലേ ആംഗിൾ കൺട്രോൾ.
പക്ഷെ ആ കേസിൽ ഹാർമോണിക്സ് ഉണ്ടാകും. ഈ ഹാർമോണിക്സിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി കൺട്രോൾ മസ്റ്റ് ബി ഡിസ്ക്രീറ്റ് ലെവൽ കൺട്രോൾ. ഇപ്പൊ ഡിസ്ക്രീറ്റ് ലെവലും കണ്ടിന്യൂസ് ലെവലും പറ്റും. പക്ഷെ കണ്ടിന്യൂസ് കൺട്രോളിൽ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ അവിടെ ഹാർമോണിക്സ് ഉണ്ടാവും. അപ്പൊ ഈ ഹാർമോണിക്സ് എലിമിനേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. So we go for discrete level control. Conclusion. Thyristor and GTO controlled converter based approaches insert a control voltage between the given bus and the control terminal or line. So based on the transformer configuration, we can identify whether the regulator is a voltage or angle regulator. The question. Draw the schematic of a three-phase angle regulator with thyristor tap changes having ternary proportion winding sections for discrete level voltage control and explain the working. For any queries, mail to alpha@gmail.com. Thank you.